ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്തതാണ്. അതൊരു പ്രാർത്ഥന പോലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മിക്ക വീഡിയോയിലും ഞാൻ ഇടുന്ന അന്നത്തെ വീഡിയോയുടെ റിസൾട്ട് കമൻറ്റ് ആയിരിക്കുമല്ലോ മിക്കവരും ചെയ്യുന്നത് കേട്ടോ. പഴയ വീഡിയോയുടെ കമൻറ്റുകളായിരിക്കും വന്ന് ചേച്ചി ഇന്ന വീഡിയോ ചെയ്തില്ലേ, അതിന് റിസൾട്ട് കിട്ടി, പ്രാർത്ഥിച്ച കാര്യം സാധിച്ച് എനിക്ക് ജോലി കിട്ടി, അങ്ങനെ ഓരോരോ കാര്യങ്ങളും എന്ന് പറയും. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാര്യം നമ്മളോട് വീണ്ടും അവർ നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ അവിടെ വന്ന് കമൻറ്റ് ഇടുന്നതും നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാൻ കേട്ടോ. ചില കമൻറ്റൊക്കെ ഞാൻ അങ്ങനെയുള്ള പിൻ ചെയ്ത് തന്നെ വെക്കാറുണ്ട്. ആ വീഡിയോയുടെ യാതൊരു ബന്ധമില്ലേ പോലും ഞാൻ പിൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ ഓരോരുത്തരും കാര്യം സാധിക്കുന്നതിന് ഇതിന് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങളിൽ ഇത് വിശ്വാസമില്ലാത്തൊരു പറയും അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നിങ്ങൾ എന്നാ പറഞ്ഞാലും എനിക്ക് വിശ്വാസമാണ്. എനിക്ക് 3 ദിവസം കൊണ്ട് കാര്യം സാധിച്ചു കിട്ടിയതാണ്. കാര്യം ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം അതിനുവേണ്ടി ആദ്യം ചെയ്ത് എല്ലാം തലതിരിഞ്ഞു പോയി. അപ്പോൾ അത് ഇനി അതിനുവേണ്ടി നടന്നാൽ നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വീണ്ടും അതിന് ഇതുപോലെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈ കാര്യം നടക്കേണ്ട കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് 3ാമത്തെ ദിവസം ഈ പ്രാർത്ഥന ചൊല്ലി 3ാമത്തെ ദിവസം അതിൻ്റെ റിസൾട്ട് കിട്ടി കേട്ടോ. ആ കാര്യം സാധിച്ചു കിട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ ഒരു പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ഇതിന് പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നോയമ്പെടുക്കുക ഒന്നും വേണ്ട. നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കൈയും കാലും ഒക്കെ മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു വെള്ള പേപ്പർ എടുക്കുക. വെള്ള പേപ്പർ എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ പേപ്പർ ആയാലും കുഴപ്പമില്ല, അല്ലാതെ നമ്മൾ എടുക്കുന്ന വേറെ അല്ലാത്ത പേപ്പർ ആയാലും. വെള്ള പേപ്പർ എന്ന് പറഞ്ഞാൽ വരയിടാത്ത പേപ്പർ എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. വരയിട്ട പേപ്പറെ നിങ്ങളിതിന് ഉപയോഗിക്കരുത്. വരയിടാത്ത പേപ്പർ വേണം നിങ്ങളിതിന് എടുക്കാനായിട്ട്. അപ്പം നിങ്ങളിതിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു പേപ്പർ ആയാലും കുഴപ്പമില്ല, ബുക്കിൻ്റെ പേപ്പർ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ആ എടുക്കുന്ന പേപ്പർ അത് വേറെ വരകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വെള്ള പേപ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കൈയും കാലും മുഖമെല്ലാം നമ്മൾ കഴുകി വൃത്തിയായതിന് ശേഷം നിങ്ങൾക്ക് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിൽ എഴുതാം. അപ്പം അതിൽ എഴുതേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്നതാണോ സാധിക്കാന്നുള്ളത് വെച്ചാൽ അത് സാധിച്ചു എന്ന് വേണം നിങ്ങൾ ആ പേപ്പറിൽ എഴുതാനായിട്ട്. ആ പേപ്പറിൽ എഴുതി വെച്ച് വേണം നിങ്ങൾ ആ കാര്യം എന്നെന്ന് വെച്ച് നിങ്ങൾ സാധിച്ചത് എഴുതുക. എഴുതിയതിന് ശേഷം അതിപ്പോൾ ഏത് കാര്യമാണല്ലോ, ഇപ്പോൾ ഒരു കല്യാണക്കാരിയാണെങ്കിലും ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹിച്ച പോലെ കല്യാണം നടന്നു കിട്ടി എന്ന് വേണം നിങ്ങളായിട്ട്. ജോലിയാണെങ്കിലും ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി എന്ന് വേണം നിങ്ങൾ എഴുതായിട്ട്. ഒരു പഠിത്തത്തിൻ്റെ ആണെങ്കിലും എനിക്ക് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന കോളേജിൽ എനിക്കത് കിട്ടി എന്ന് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അല്ലെങ്കിൽ ഇന്ന ഒരു കോഴ്സിന് ഞാൻ ചേരാൻ പോകും, അത് ആഗ്രഹിച്ച് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിന് ചേരാനുള്ള എല്ലാം റെഡിയായി, നിങ്ങളതിന് ചേർന്നു എന്ന് വേണം നിങ്ങളതിനെ എഴുതാനായിട്ട്. ഒത്തിരി വാരി വലിച്ച് നിങ്ങൾ എഴുതൽ, വളരെ കുറച്ചായിട്ട് എഴുതിയാൽ മതി. ആ കോഴ്സിന് ഞാൻ ആഗ്രഹിച്ച കോഴ്സ് എനിക്ക് കിട്ടി എന്ന്, അതിന് ചേരാൻ പറ്റി എന്ന് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലിയുടെ കാര്യമാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി എന്ന് വേണം എഴുതാനായിട്ട്. അത് നമ്മുടെ മനസ്സിൽ ഓർക്കണം, നമുക്ക് ആ ജോലി കിട്ടുന്ന സന്തോഷത്തെ പറ്റിയൊക്കെ. അപ്പോൾ അതും എല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിരുത്തി ആ കാര്യം സാധിച്ചു എന്ന് തന്നെ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആ പേപ്പറിൽ എഴുതേണ്ടത് എന്നാന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി വേണം ചെയ്യേണ്ടത്, അല്ലാതെ ഒരു പരീക്ഷണമായിട്ട് പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ആൾക്കത് ശരിയായി കിട്ടല്ലേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യരുത്. ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷമായിട്ട് വരുന്നത്. അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിത് ചെയ്തിട്ട് എനിക്കത് പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം സത്യസന്ധമായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഒരു പേപ്പർ ഞാനെടുത്ത് അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുക. ഇതുപോലൊരു വെള്ള പേപ്പർ എടുക്കുക. ആ വെള്ള പേപ്പറിൻ്റെ നടുക്കായിട്ട് നമുക്ക് എന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കാനുള്ളതെന്ന് വെച്ചാൽ എഴുതുക. ഇപ്പം ഞാൻ ഇതിനകത്ത് ചുമ്മാ എഴുതുന്നേ ഉള്ളൂ, അല്ലാതെ ഇതിപ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യമില്ല, നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എഴുതുന്നേ ഉള്ളൂ ഈ പേപ്പറിലോട്ടെ. ഇപ്പം ഞാൻ ഇതിനകത്ത് എഴുതുന്നത് ചുമ്മാ എഴുതുന്നതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇങ്ങനെ വിവാഹം ആഗ്രഹിച്ച പോലെ നടന്നു എന്ന് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ നടുക്കായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യ ബീജ മന്ത്രം കൂടി ഇതിന് ചുറ്റിനും നമ്മളിനി എഴുതി കൊടുക്കണം. അത് എത്ര തവണയെന്നറിയാവോ? 14 പ്രാവശ്യമാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ എഴുതി എണ്ണി വേണം എഴുതാൻ കേട്ടോ. കൂടുകയും ചെയ്യല് കുറയുകയും ചെയ്യരുത് കേട്ടോ. ശ്രീം നമ്മൾ എഴുതുക. അതുപോലെ തന്നെ ഇവിടോട്ട് നമ്മളങ്ങനെ എഴുതുക.
ഇങ്ങനെ ഇതുപോലെ 14 എഴുതണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 എഴുതി കാണിച്ചിട്ടുള്ളൂ. കാര്യം ഇതെനിക്ക് ആവശ്യമുള്ള കാര്യം അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ 2 എഴുതി കാണിക്കുന്നത്. ഇതിന് ചുറ്റും 14 തവണ നമ്മൾ എഴുതണം. അപ്പം ഞാൻ 14 തവണ എഴുതാത്ത എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ആവശ്യമുള്ള കാര്യമല്ല കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണം. അല്ലെങ്കിൽ ഇനി എല്ലാവരും ചോദിക്കണം ഇത് 14 തവണയെന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം എഴുതിയുള്ളല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 14 തവണ എഴുതണം നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ പേപ്പറിൽ അതുപോലെ എഴുതുക. അതിന് ചുറ്റിനും നമ്മൾ ആഗ്രഹം എഴുതിയേക്കുന്നതിന് ചുറ്റിനും ആ സ്ട്രീം എന്നുള്ളത് 14 തവണ എഴുതുക. 14 കൂടാനും പാടില്ല, 14 കുറയാനും പാടില്ല. കറക്റ്റ് 14 നിങ്ങൾ എഴുതണം. അതിന് ചുറ്റിനും വേണം നിങ്ങൾ എഴുതാനായിട്ട്. പിന്നെ എല്ലാവരും ചോദിച്ചൊരു സംശയമുണ്ട്, ഇത് ദിവസവും വൈകിട്ട് ഇങ്ങനെ പേപ്പറിൽ എഴുതണമെന്ന്. വേണ്ട, നിങ്ങൾ ആദ്യത്തെ ദിവസം മാത്രം ഈ പേപ്പറിൽ എഴുതിയാൽ മതി. ആദ്യത്തെ ദിവസം നിങ്ങൾ കൈമുഖമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു വെള്ള പേപ്പർ എടുക്കുക. അതിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി എന്നിട്ട് ആ പേപ്പർ മടക്കി നിങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുക. അല്ലാതെ അത് അവിടെ എവിടെയും ചുരുട്ടി കൂട്ടിയിടുകയോ എവിടെയെങ്കിലും കൊണ്ട് കളയുകയോ ചെയ്യില്ല. കാര്യം നിങ്ങൾക്ക് പിറ്റേ ദിവസം ഈ പേപ്പർ വേണ്ടതാണ്. നിങ്ങളുടെ കാര്യം സാധിക്കുന്നിടം വരെ ഈ ഒരു പേപ്പർ വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ അത് എഴുതി ആ പേപ്പർ മാറ്റി വെച്ചു. പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കിടന്നു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എണീക്കുമ്പം തന്നെ, നിങ്ങൾ കട്ടിലിൽ നിന്ന് എണീക്കുമ്പം തന്നെ ആ എണീക്കുന്നിടത്ത് തന്നെ ഇരുന്ന് ഏത് വശമാണ് കിഴക്ക് വശമെന്ന് നിങ്ങൾ നോക്കുക. അത് നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ഏത് വശമാണ് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ കിഴക്ക് വശം എവിടെയാണെന്ന് വെച്ചാൽ ആ കിഴക്ക് വശത്തോട്ട് നിങ്ങൾ തിരിഞ്ഞിരുന്ന് നിങ്ങൾ കണ്ണ് തുറക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മഹാലക്ഷ്മി മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത്. സർവജ്ഞ സർവവരദേ സർവദുഷ്ടഭയങ്കരി ദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. ഈ മന്ത്രം നമ്മളൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യമായിട്ട് ചൊല്ലുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം കൂടെ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എണീക്കുന്ന ഉടനെ തന്നെ, അല്ല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചതിന് വന്നതിന് ശേഷമല്ല ഈ മന്ത്രം ചെല്ലേണ്ടത്. നിങ്ങൾ എണീക്കുന്നത് അന്നേരം തന്നെ നിങ്ങൾ ചെയ്യണം. ചിലരോർക്കും രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴിയാതെ ചെല്ലാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എണീക്കുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഈ മന്ത്രം ചെല്ലുക. എന്നിട്ട് നിങ്ങൾ തലേദിവസം പേപ്പറിൽ എഴുതിയ കാര്യമില്ല, അത് മനസ്സിൽ കൊണ്ടുവരിക. എനിക്ക് ആഗ്രഹിച്ച ജോലി കിട്ടി എന്നിങ്ങനെ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കാൻ സമയത്ത് പ്രാർത്ഥിച്ചേച്ച് നിങ്ങളത് അതുപോലെ തന്നെ നിങ്ങളിത് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 1 പ്രാവശ്യം ചെല്ലുക, ഇല്ലെങ്കിൽ 3 പ്രാവശ്യം ചെല്ലുക. നിങ്ങൾക്ക് തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് ഒരൊറ്റ പ്രാവശ്യം ചെല്ലിയാൽ മതി. അല്ലെങ്കിൽ തുടക്കം നിങ്ങൾ എത്രയാണോ ചെല്ലുന്നത് അതായിരിക്കണം പിറ്റേ ദിവസവും ചെല്ലുന്നത്. അല്ലാതെ ആദ്യം 1 പ്രാവശ്യം ചെല്ലി ആ പിറ്റേ ദിവസം എനിക്ക് സമയിച്ച നേരമുണ്ട് അന്നപ്പം 3 പ്രാവശ്യം ചെല്ലുക, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ആദ്യം 1 പ്രാവശ്യം ചെല്ലിട്ടുള്ളെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ആ 1 പ്രാവശ്യം തന്നെ ചെല്ലുക. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം അങ്ങനെ തന്നെ ചെല്ലി അങ്ങ് പോവുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിത് കാണാതെ ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആദ്യത്തെ ദിവസം നിങ്ങൾ ഫോണിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാൻ എങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഫോണിനകത്ത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേച്ച് അത് വൈകിട്ട് കിടക്കാറാകുമ്പോഴത്തേക്കും ഞാൻ അത് കറക്റ്റാക്കി വെച്ചേച്ച് കിടക്കും. അപ്പോൾ നമ്മൾ ഫോൺ ഓൺ ആക്കുന്നത് നമുക്ക് സ്ക്രീൻഷോട്ട് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണ് അതിനകത്ത് നോക്കി എന്നിട്ട് നമ്മളെ പ്രാർത്ഥന ചെല്ലുക. അതിനകത്ത് നോക്കി തന്നെ ചെല്ലുക. 2-3 ദിവസമൊക്കെ നമ്മൾ ചെല്ലി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിരിക്കും. പിന്നെ ഇത് ഒരാഴ്ച കൂടുതൽ പോകത്തില്ല. നിങ്ങളുടെ കാര്യം ഉറപ്പായിട്ട് സാധിച്ചിരിക്കുക. പിന്നെ ഇന്ന് ചെയ്തേച്ച് നിങ്ങൾ നാളെ ചെയ്യാതിരിക്കരുത്. ഇന്നൊരു ദിവസം ചെയ്തേച്ച് നാളെ മറന്നു പോയെന്ന് പറയരുത്. അങ്ങനെ മറന്നു പോയാൽ വീണ്ടും നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങണം. ആ പേപ്പർ കളഞ്ഞേച്ച് നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അത് ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ വീണ്ടും ആ പേപ്പർ തന്നെ എടുത്ത് നിങ്ങൾ ചെയ്യരുത്. വീണ്ടും നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങുകയാണ് ഈ പ്രാർത്ഥന. അപ്പം നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ ആ പേപ്പർ എഴുതുക. അപ്പം അതുപോലെ തന്നെ പേപ്പറെ മടക്കി വെക്കാൻ പറഞ്ഞല്ലോ, ആ പേപ്പർ തന്നെ പിറ്റേ ദിവസവും വൈകിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഈ പേപ്പർ എടുത്തേച്ച് തുറന്ന് പിടിച്ചിട്ട് നിങ്ങൾ ആ നടുക്കെഴുതിയേക്കുന്ന വാക്കുണ്ടല്ലോ അത് നിങ്ങൾ മനസ്സിൽ വായിക്കുക. എനിക്ക് ജോലി കിട്ടി, ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടി, അതാണ് നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ എൻ്റെ വിവാഹം ആഗ്രഹിച്ച പോലെ നടക്കും എന്നാണെങ്കിൽ നിങ്ങൾ അതല്ല ഇങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എനിക്കത് കിട്ടും എന്ന് നിങ്ങൾ കൊടുത്തേക്കുന്ന അത് നിങ്ങൾ അത് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചേച്ച് നിങ്ങൾ അതുപോലെ തന്നെ വീണ്ടും അത് മടക്കി ഭദ്രമായിട്ട് തന്നെ സൂക്ഷിക്കുക. വീണ്ടും രാവിലെ എണീക്കും ഈ മന്ത്രം ചെല്ലുക. അതുപോലെ തന്നെ വീണ്ടും വൈകുന്നേരം നിങ്ങളുടെ ഈ കാര്യം സാധിക്കുന്ന വരെയാണ് ഇതിൻ്റെ ഇത് എത്ര ദിവസം ചെയ്യണം എന്ന് ചോദിക്കുന്നവരാണ് പറഞ്ഞത്. നിങ്ങളുടെ കാര്യം സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഓർക്കായിരിക്കും ഇവരിപ്പോൾ കാര്യം സാധിക്കുന്നെന്ന് പറഞ്ഞു, ഇത് 1 മാസം മുഴുവൻ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കണോ? അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും. ഒരാഴ്ച കൂടുതൽ പോകത്തില്ല. പിന്നെ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞ വിശ്വാസമില്ലാതെ ദൈവത്തെ പരീക്ഷിക്കാൻ നടന്നാൽ ഒരു കാര്യവും നിങ്ങൾക്ക് സാധിച്ചു കിട്ടത്തില്ല. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി അന്നൊന്ന് നോക്കിയേക്കാം, അവർ പറഞ്ഞതല്ലേ ഈ ഒരു കാര്യം ചെയ്തു. അങ്ങനെ നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത്. പരീക്ഷിക്കാൻ വേണ്ടി നിന്നാൽ നിങ്ങൾക്ക് ഇരട്ടി ദോഷങ്ങളെ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആരെയും ഞാനിത് അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളിത് ഒന്നും അനങ്ങാൻ പോകണ്ട. നിങ്ങളിത് കാണാൻ പോലും നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു 3 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ കാര്യമാണ്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു നോയമ്പ കാര്യങ്ങൾ യാതൊന്നുമില്ല. പിന്നെ അതിന് എഴുതേണ്ട മഷി കറുപ്പ് മഷി കൊണ്ട് നിങ്ങൾ എഴുതാതിരിക്കുക. കറുപ്പ് മഷി കൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതാതിരിക്കുക. നീലമഷിയാണ് ഏറ്റവും നല്ലത്. പച്ച മഷി കൊണ്ടോ നീലമഷി കൊണ്ടോ നിങ്ങൾക്ക് എഴുതാം. അത് നീലമഷിയൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. നിങ്ങൾ
നിങ്ങൾ നീലമഷി ഉണ്ടെങ്കിൽ ആ നീലമഷി കൊണ്ട് എഴുതിയാൽ മതി. പിന്നെ ദിവസവും നിങ്ങൾ ഇതുപോലെ എഴുതണ്ട, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ദിവസവും നിങ്ങൾ ഈ പേപ്പറിനകത്ത് ഇതുപോലെ എഴുതണ്ട, ആദ്യം എഴുതുന്ന പേപ്പർ തന്നെ മതി. നിങ്ങളുടെ കാര്യം സാധിക്കുന്നതിന് വരെ നിങ്ങൾക്ക് മുടങ്ങിപ്പോയെങ്കിൽ മാത്രം നിങ്ങൾ പുതിയ പേപ്പറിലേക്ക് എഴുതുക. ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇപ്പോൾ ചിലർ വന്ന് ചോദിക്കും, ഒരു ഇച്ചിരി നേരം പറയേണ്ട കാര്യങ്ങൾ ഇവരങ്ങ് വലിച്ച് നീട്ടി പറഞ്ഞെന്ന് അറിയും. അങ്ങനെയല്ല കേട്ടോ. എന്നാണെന്നറിയാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒന്ന് ഇതായിട്ട് പറഞ്ഞ് കുറച്ച് ഇതാക്കി പറയാൻ വേണ്ടി നോക്കി. പക്ഷേങ്കിൽ അതിനകത്ത് ഒരുപാട് പേർക്ക് സംശയങ്ങൾ വന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമുള്ളവർക്കാണ് സംശയങ്ങൾ വരുന്നത്, അല്ലാത്തവർക്ക് സംശയങ്ങൾ വരത്തില്ല. കാര്യം അവർക്കിത് കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല, എന്നിലൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് റിസൾട്ട് കിട്ടാത്തത്. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ 3-4 പ്രാവശ്യം ആ വീഡിയോ കണ്ടു കേട്ടോ. കാര്യം വെച്ചാൽ അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഓടിച്ച് കണ്ടതിന് ശേഷം ഇനിയല്ല എനിക്കറിയാം, ഞാനാണ് വലിയ ആൾ എന്നും പറഞ്ഞല്ല ചെയ്യാൻ പോയത്. ആ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. അപ്പം അതിനകത്ത് വരയിടാത്ത പേപ്പർ എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്, മഷി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എത്ര ദിവസമെന്നല്ല പറയുന്നത്, നമ്മുടെ കാര്യം സാധിക്കുന്നതാണ്. അത് സത്യമാണ്. നമുക്ക് ഒരുപാട് ദിവസം നീണ്ടു പോകത്തില്ല, കറക്റ്റായിട്ട് നമുക്ക് സാധിച്ചു കിട്ടും. അപ്പം അങ്ങനെ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതിന് വേണ്ടി ചെയ്യുക. മോശം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കരുത്. തിരിച്ചടി നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ പറയില്ല, അവർ പറഞ്ഞ പ്രാർത്ഥന എല്ലിയിട്ട് ഞങ്ങൾക്ക് ദോഷമാണോ വന്നത് എന്ന് പറയരുത്. നിങ്ങളത് സത്യസന്ധമായിട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നെ അതിന് ഗുണം കിട്ടും. ഇതല്ലാതെ ചെയ്യുന്നവരാണ് പറയുന്നത്, ഇത് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു. അത് നിങ്ങളുടെ മനസ്സിൽ നന്മയല്ല, അതൊരു തിന്മയിലൂടെയാണ് നിങ്ങൾ ആ കാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾക്കത് തിരിച്ചടിയായിട്ട് വരുന്നത്. അല്ലാതെ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഒരു കാര്യം ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാം കാര്യങ്ങളും സാധിക്കാണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നടക്കുന്ന സമയത്തിന് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കിട്ടില്ല. നമുക്ക് തന്നെ അതിൻ്റെ ഐശ്വര്യവും പുരോഗതി നമുക്ക് തന്നെ കിട്ടും. മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോഴല്ല, നമ്മൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ദുഷിപ്പ് മാത്രമേ ഉള്ളൂ, ദൈവാനുഗ്രഹം ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ വേറെയുള്ള ദ്രോഹിക്കാൻ വേണ്ടി നടക്കുമ്പോഴത്തേക്ക്. അതേസമയം നമ്മുടെ മനസ്സിൽ നമ്മൾ നന്മ വെച്ചുകൊണ്ട് നമുക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പോകണ്ട. മറ്റുള്ളവർ എങ്ങനെയും ജീവിക്കട്ടെ, അവരെ നമ്മൾ ഒന്നും പറയാൻ പോകണ്ട. അവർക്ക് ചിലപ്പോൾ അവരുടേതായ സിറ്റുവേഷനുകൾ കാണും, അവരുടേതായ സാഹചര്യങ്ങളിലായിരിക്കും അവർ പോകുന്നത്. അവരെ നമ്മളൊന്നും പറയാൻ നിൽക്കേണ്ട. നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറയാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും തിരിച്ചടി ഉടൻ തന്നെ കിട്ടാറുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ചാൽ മറ്റുള്ളവർ ഞാൻ കാണുന്നതാണ്. കാര്യം ഒരാളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയുന്നവർക്കെല്ലാം ദൈവം തമ്പുരാൻ അതിൻ്റേതായ നാളത്തിൽ തന്നെ തിരിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ആരും വേദനിപ്പിക്കുന്ന കാര്യം പറയാൻ പോകാറില്ല. അത് തന്നെ അറിയാതെ ഞാൻ നമ്മുടെ വായിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയും, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചെയ്യുന്നവർ അതിൻ്റെ രീതിക്ക് ചെയ്യുക. നിങ്ങൾ തെറ്റായ രീതിക്ക് ചെയ്തേച്ച് എൻ്റെ അടുത്ത് കിടന്ന് ബഹളം വെക്കാൻ വരല്. പിന്നെ വിശ്വാസമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. വിശ്വാസമില്ലാത്തൊരു വീഡിയോ കാണണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. വിശ്വാസമുള്ളവർ മാത്രം കണ്ടാൽ മതി. വിശ്വാസം ഇല്ലാത്തൊരു നിങ്ങളുടെ വഴിക്ക് പൊക്കോ, അത് മറ്റുള്ളവർ കാണുന്നീ കണ്ടോട്ടെ. അല്ലാതെ ചുമ്മാ വീഡിയോയും കാണാതെ അതിനകത്ത് വന്നിച്ച് എന്നില്ലൊരു നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട് നിങ്ങൾ അങ്ങനെ നിൽക്കാതെ നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ വീട്ടുവിശേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇട്ടത്. ഇത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ വെറുതെ തമാശയായിട്ട് എടുക്കേണ്ട, സത്യസന്ധമായിട്ട് തന്നെ പറയുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്നതാണേലും അത് സാധിച്ചു കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.